കേവലം മേക്കിംഗ് മികവ് കൊണ്ട് മാത്രം വാഴ്ത്തപ്പെടേണ്ട സിനിമയല്ല ആഷിഖ് കപൂർ സംവിധാനം ചെയ്ത റൈഫിൾ ക്ലബ്. മലയോര മേഖലകളിൽ കുടിയേറിപ്പാർത്തവർ ഒരേ സമയം കാടിനോടും നാടിനോടും പോരടിക്കുന്ന മനുഷ്യ രാഷ്ട്രീയത്തെക്കുറിച്ച് ശക്തമായി സംസാരിക്കുന്നുണ്ട് ഈ സിനിമ. മനുഷ്യൻ്റെ നിലനിൽപ്പാണ് സിനിമയുടെ പ്രധാന പ്രമേയം. അതിനായി മനുഷ്യൻ നടത്തുന്ന പോരാട്ടങ്ങൾ അത് വയലൻസ് ആണെങ്കിൽ പോലും സിനിമയിൽ ന്യായീകരിക്കപ്പെടുന്നുണ്ട്. കേവലം വയലൻസിനപ്പുറം അത് മനുഷ്യൻ്റെ ചെറുത്തുനിൽപ്പാണെന്ന് അടിവരയിടുകയാണ് റൈഫിൾ ക്ലബ്. കുടിയേറ്റ ജനതയെ പ്രകൃതി ചൂഷകരായും കയ്യേറ്റക്കാരായും ചിത്രീകരിക്കുന്ന സമൂഹത്തിലെ വലിയൊരു വിഭാഗം എലൈറ്റ് ക്ലാസ് മനുഷ്യർക്ക് മുഖമടച്ചൊരു അടി കൊടുക്കുകയാണ് ഈ ചിത്രം. 1991 കാലഘട്ടത്തിലാണ് കഥ നടക്കുന്നത്. വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിലുള്ള റൈഫിൾ ക്ലബിനെ ചുറ്റിപ്പറ്റിയാണ് സിനിമ പൂർണ്ണമായും സംസാരിക്കുന്നത്. റൈഫിൾ ക്ലബ് സെക്രട്ടറിയായ അവറാനും ദിലീഷ് പോത്തൻ അവതരിപ്പിച്ച കഥാപാത്രം. റൈഫിൾ ക്ലബിലേക്ക് ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി എത്തുന്ന ദയാനന്ദും അനുരാഗ് കശ്യപാണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവർ തമ്മിലുള്ള രംഗങ്ങളെ ഒരു നായാട്ടിന് സമാന്തരമായി കൊണ്ടുപോകാനുള്ള സംവിധായകൻ്റെ ശ്രമം ഏറെക്കുറെ വിജയിച്ചിട്ടുണ്ട്. മലയോര മേഖലകളിലെ മനുഷ്യർ നിലനിൽപ്പിനായി നടത്തുന്ന പോരാട്ടങ്ങൾ എത്രത്തോളം ഭീതിതവും വീരോചിതവുമാണെന്ന് സിനിമ അടയാളപ്പെടുത്തുന്നു. കാട്ടുപന്നിയോടു മുട്ടി വീൽചെയറിലായ കുഴുവേലി ലോനപ്പൻ വിജയരാഘവൻ അവതരിപ്പിച്ച കഥാപാത്രം. നമുക്കൊക്കെ എന്തോന്ന് വെടിയെന്ന് പുച്ഛത്തോടെ പറയുന്നതിൽ പോലും ആ രാഷ്ട്രീയമുണ്ട്. നമ്മുടെ നിലനിൽപ്പ് ഇല്ലാതാക്കാൻ ആരെങ്കിലും തോക്കു ചൂണ്ടിയാൽ അവരെ തട്ടുന്നതിൽ യാതൊരു കുറ്റബോധത്തിൻ്റെയും ആവശ്യമില്ലെന്ന് സിനിമയിലെ ഫാദർ ജോഷി തോക്കച്ചൻ എന്ന കഥാപാത്രം റൈഫിൾ ക്ലബിലെ മറ്റംഗങ്ങൾക്ക് നൽകുന്ന മോട്ടിവേഷൻ പൊളിറ്റിക്കലി തെറ്റാണെന്ന് തോന്നുമ്പോഴും അതല്ലാതെ വേറൊരു വഴിയും ആ മനുഷ്യർക്ക് മുൻപിലില്ലല്ലോ എന്ന് ഉടൻ മാറി ചിന്തിക്കാൻ പ്രേക്ഷകർക്ക് സാധിക്കുന്നിടത്താണ് ഈ സിനിമയുടെ വിജയം. കാട്ടുപന്നിയോടും കടുവയോടും കുരങ്ങിനോടും മാത്രമല്ല റൈഫിൾ ക്ലബിലെ അംഗങ്ങൾ പോരടിക്കുന്നത് സമാന രീതിയിലുള്ള വന്യത പേറുന്ന എല്ലാ പ്രിവിലേജുകളുമുള്ള മനുഷ്യരോട് കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് നായാട്ടിനോട് സമാന്തരമായി നായക പ്രതിനായക കോൺഫ്ലിക്റ്റും സിനിമയിൽ ഡെവലപ്പ് ചെയ്യുന്നത്. ചുരുക്കം ചില സീനുകളിൽ മാത്രം കാണുന്ന കഥാപാത്രങ്ങൾക്ക് പോലും ഈ സിനിമയിൽ ഒരു പൂർണ്ണത അവകാശപ്പെടാനുണ്ട്. അതിൽ തന്നെ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് സംവിധായകൻ നൽകിയ ഐഡൻറ്റിറ്റി ഏറെ പ്രശംസനീയമാണ്. തീർച്ചയായും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട മികച്ച പൊളിറ്റിക്കൽ സിനിമ കൂടിയാണ് റൈഫിൾ ക്ലബ്.